CPM എന്ന പാർട്ടി നടേശന് മുന്നിൽ എത്രത്തോളം വളഞ്ഞു നിൽക്കുന്നു എന്നതിന് ഉദാഹരണമാണ് SNDP യോഗം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷണത്തിന് സർക്കാർ കൊടുത്ത സഹായം. 2016 VS അച്യുതാനന്ദന്റെ പരാതിയിലാണ് വെള്ളാപ്പള്ളി നടേശനടക്കം പ്രതി ചേർത്ത് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എടുത്ത ശേഷം കൂടിയ പലിശയ്ക്ക് SNDP സംഘങ്ങൾക്ക് മറിച്ചു നൽകി എന്നാണ് കേസ്. SP S ശശിധരൻ വിജിലൻസ് എറണാകുളം SP ആയിരുന്ന ഘട്ടത്തിലാണ് കേസ് അന്വേഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ പോലീസ് അക്കാദമിയിലേക്ക് സ്ഥലം മാറിപ്പോയിരുന്നു. അതെ, അതൊരു പിണറായി എഫക്റ്റ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. VSന്റെ മരണശേഷം ഇത്തരത്തിൽ ചെയ്യുന്നതിലെ അഹങ്കാരമാണ് നമ്മൾ ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. അതായത് തങ്ങളെ സേവിക്കുന്നവരെ തങ്ങൾ തിരിച്ചും സേവിക്കും, സഹായിക്കും എന്ന പിണറായിസമാണ് അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. VS നൽകിയ പരാതിയിൽ നടന്ന അന്വേഷണം ഇപ്പോൾ പപ്പടം പൊടിയുന്നത് പോലെ പൊടിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. പക്ഷേ അതിൽ ഹൈക്കോടതിയുടെ ഒരു തിരുത്തൽ വന്നു. വെറുതെയാണോ ഇയാൾ കോൺഗ്രസിനെ കുറ്റം പറയുന്നത്? ഇനി ഭരണം മാറി അന്വേഷണം ശരിയായ വഴിയിൽ പോയാൽ അറസ്റ്റില്ലേ, പണം കണ്ടുകെട്ടേണ്ടി വരും. അന്നേരം വ്യക്തിവൈരാഗ്യം തീർക്കുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞ് സാമുദായിക അണികളെ വെച്ച് പ്രകടനം നടത്താം. വെള്ളാപ്പള്ളിയെ വേട്ടയാടുന്നത് നീതി നിഷേധമാണെന്ന് AA റഹീം മുതലുള്ളവർ പറയുന്നു, സപ്പോർട്ടും ചെയ്യുന്നു. BJPക്കും CPMനും ഒരുപോലെ പ്രിയങ്കരനായ വെള്ളാപ്പള്ളിക്ക് വേണ്ടി CPM നൽകിയ വഴിവിട്ട സഹായമാണിത്. ഇതൊക്കെ കോൺഗ്രസ് ആണ് ഇപ്പോൾ ആരോപിക്കുന്നത്. കേസിൽ ശശിധരനെ കോടതി ഇന്നലെ നേരിട്ട് കേട്ടതിന് ശേഷം അദ്ദേഹത്തെ തന്നെ അന്വേഷണം പൂർത്തീകരിക്കണമെന്ന് ഉത്തരവ് കൊടുത്തു ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ വിജിലൻസ് മേധാവിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യപ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷണം വേഗത്തിലാക്കാൻ ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം 3 മാസത്തിനകം പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശം. 2003 മുതൽ 2014 വരെ 15.85 കോടി രൂപയാണ് സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് SNDP യോഗം കൈപ്പറ്റിയതെന്ന് വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മൈക്രോ ഫിനാൻസ് പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഇതര സംഘടനയെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ മേഖലയിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ഈ വ്യവസ്ഥകൾ ലംഘിച്ചാണ് മുൻപരിചയമില്ലാത്ത യോഗത്തിന് പദ്ധതി അനുവദിച്ചതെന്നും വിജിലൻസ് പറയുന്നു. അനുവദിച്ച തുക ദുരുപയോഗം ചെയ്ത ശേഷം സംഘങ്ങൾ തുക വിനിയോഗിച്ചുവെന്ന സർട്ടിഫിക്കറ്റ് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും ഇപ്പോൾ ഒരു ആരോപണമായി നിലനിൽക്കുകയാണ്. കുറഞ്ഞ പലിശ നിരക്കിൽ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകുന്ന തരത്തിൽ വായ്പ നൽകണമെന്ന നിർദ്ദേശവും പാലിച്ചില്ലെന്നും വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. ഈ കേസ് റദ്ദാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ VS അച്യുതാനന്ദനും അന്ന് അപേക്ഷ നൽകിയിരുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDPക്കെതിരെ ആദ്യ FIR രജിസ്റ്റർ ചെയ്തു. 1.5 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു അന്നത്തെ കേസ്. SNDP യൂണിയൻ പ്രസിഡന്റായ K പത്മകുമാറിനെ പ്രതിയാക്കിയാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2007 മുതൽ 2011 വരെയാണ് മൈക്രോ ഫിനാൻസിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നതിലാണ് ഇയാൾക്കെതിരെ കേസ് വരാൻ കാരണം. SNDP സെക്രട്ടറി CN വിക്രമനെതിരെയും അന്ന് ആരോപണമുണ്ടായിരുന്നു. മൈക്രോ ഫിനാൻസിനായി ലോൺ കെട്ടിയ തുക വകമാറ്റിയാണ് ചെലവഴിച്ചത്. അതിൽ 21% പലിശയ്ക്ക് വരെ കൊടുത്തു എന്നാണ് ആരോപണം ഉയരുന്നത്. വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ VS അച്യുതാനന്ദന്റെ മൊഴിയെടുക്കാനും എല്ലാം അന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതായും ഒരു ചരിത്രമുണ്ട് ഈ കേസിന്. എന്തായാലും വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ കൊണ്ടു നടക്കാൻ പറ്റുന്നിടത്തോളം പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട്, MR അജിത് കുമാറിനെ കൊണ്ടു നടക്കുന്നത് പോലെ. എന്തായാലും വെള്ളാപ്പള്ളി നടേശന് പൂട്ട് വീഴും.